നമസ്കാരം. സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമേകിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള CMDRFിൽ നിന്നുള്ള ധനസഹായത്തിനുള്ള പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്ന നടപടികൾക്ക് നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്ത് തുടക്കമായിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ പ്രധാനമായിട്ട് പല കുടുംബങ്ങളിലും മാരകമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചവരോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള വലിയ അപകടങ്ങൾ കാരണം സാമ്പത്തികമായിട്ട് തകർന്നവരോ ഉണ്ടാകാം. ഹൃദ്രോഗം, വൃക്കരോഗം, ക്യാൻസർ തുടങ്ങിയ മാരകമായിട്ടുള്ള രോഗാവസ്ഥകൾ നേരിടുന്നവർക്കും അടിയന്തരമായിട്ട് സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയകൾക്കൊക്കെ തന്നെ വിധേയരാകേണ്ടി വരുന്നവർക്കുമൊക്കെ തന്നെ ചികിത്സാ ചിലവുകൾ കണ്ടെത്തുക എന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ രോഗബാധിതരായിട്ടുള്ള സാധാരണക്കാരെ സാമ്പത്തികമായിട്ട് താങ്ങി നിർത്താൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ ദുരിതാശ്വാസ നിധിയിലൂടെ വലിയൊരു തുക ധനസഹായമായിട്ട് കൈമാറുന്നത്. സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബങ്ങൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ തുടർ ചികിത്സകൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ പദ്ധതി അത് വലിയൊരു സമാശ്വാസമാണ് നൽകുന്നത്. അതിനാൽ തന്നെ ഒട്ടും വൈകിക്കാതെ അർഹരായിട്ടുള്ള എല്ലാ വ്യക്തികളും ഈ സാമ്പത്തിക ആനുകൂല്യത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ധനസഹായ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇതിൽ റേഷൻ കാർഡുകളുടെ തരംതിരിവ് ഒരു മാനദണ്ഡമല്ല എന്നതാണ്. അപേക്ഷകൻ APL വിഭാഗത്തിൽപ്പെട്ട ആളാണോ അതോ BPL വിഭാഗത്തിൽപ്പെട്ട ആളാണോ എന്നും നോക്കാതെ അർഹതയുള്ള എല്ലാ ജനങ്ങൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം. എന്നാൽ ഈ സാമ്പത്തിക ധനസഹായം ലഭിക്കുന്നതിനായിട്ട് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരേ ഒരു പ്രധാന യോഗ്യത എന്നത് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം എന്നത് മാത്രമാണ്. വാർഷിക വരുമാന പരിധി കൃത്യമായി പാലിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കും. മുൻകാലങ്ങളിൽ ഇതിനായിട്ട് പ്രത്യേകം വില്ലേജ് ഓഫീസുകളിലൊക്കെ തന്നെ കയറിയിറങ്ങി വരുമാന സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ വാങ്ങേണ്ടി വന്നിരുന്നുവെങ്കിൽ ഇപ്പോഴാകട്ടെ അപേക്ഷ സമർപ്പിക്കുന്നതിനൊപ്പം തന്നെ റവന്യൂ വകുപ്പ് വില്ലേജ് ഓഫീസർമാർ വഴി ഓൺലൈനായിട്ട് വരുമാന പരിശോധനകളൊക്കെ തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്ന പുതിയ സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചികിത്സാ ആവശ്യങ്ങൾക്കായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും കരുതേണ്ടത് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ അടങ്ങിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്. ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് തുടർച്ചയായിട്ട് മരുന്നുകളൊക്കെ തന്നെ വാങ്ങേണ്ടി വരുന്നവരും അതുപോലെ തന്നെ ശസ്ത്രക്രിയകൾ കഴിഞ്ഞവരും തങ്ങൾ ചികിത്സ തേടുന്ന സർക്കാർ ആശുപത്രിയിലെ അല്ലെങ്കിൽ മറ്റ് അംഗീകൃത ആശുപത്രിയിലെയൊക്കെ തന്നെ ഡോക്ടറെ സമീപിച്ചുകൊണ്ട് ഇതിനായിട്ടുള്ള പ്രത്യേക മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റേണ്ടതുണ്ട്. രോഗിയുടെ നിലവിലത്തെ കൃത്യമായ ആരോഗ്യസ്ഥിതി, ഭാവിയിൽ ആവശ്യമായി വരുന്ന തുടർ ചികിത്സകളുടെയൊക്കെ തന്നെ വിവരങ്ങൾ, അതിനായിട്ട് പ്രതീക്ഷിക്കുന്ന ഏകദേശ ചിലവ് അതായത് എസ്റ്റിമേറ്റ് എന്നിവയെല്ലാം തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റാണ് വാങ്ങേണ്ടത്. അതോടൊപ്പം തന്നെ പ്രസ്തുത ആശുപത്രിയുടെ ഔദ്യോഗിക സീലും അതുപോലെ തന്നെ ഡോക്ടറുടെ ഒപ്പും ഈ സർട്ടിഫിക്കറ്റിൽ നിർബന്ധമായിട്ട് പതിപ്പിച്ചിരിക്കണം. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അപേക്ഷയോടൊപ്പം സമർപ്പിച്ചാൽ മാത്രമേ റവന്യൂ അധികാരികൾക്ക് ഇത് കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് സാമ്പത്തിക ധനസഹായത്തിനായിട്ടുള്ള ശുപാർശ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള തുകകളാണ് ധനസഹായമായിട്ട് അനുവദിക്കുന്നത്. ഉദാഹരണത്തിന് വളരെ ചിലവേറിയിട്ടുള്ള അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വിധേയരാകുന്ന രോഗികൾക്ക് അവരുടെ അവസ്ഥയും അതോടൊപ്പം തന്നെ ചിലവും പരിഗണിച്ചുകൊണ്ട് പരമാവധി 3 ലക്ഷം രൂപ വരെ വലിയൊരു തുക ധനസഹായമായിട്ട് ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ നാഥനോ അല്ലെങ്കിൽ മറ്റംഗങ്ങളോ അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങളിലൊക്കെ തന്നെ പെട്ട് മരണപ്പെടുകയാണെങ്കിൽ പ്രസ്തുത കുടുംബത്തിന് അടിയന്തര ആശ്വാസമായിട്ട് 1 ലക്ഷം രൂപ വരെ സർക്കാർ അനുവദിക്കുന്നുണ്ട്. അപകട മരണങ്ങളുടെ കാര്യത്തിൽ സഹായം ലഭിക്കുന്നതിനായിട്ട് പോലീസ് തയ്യാറാക്കിയ FIRൻ്റെ കോപ്പി, അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഒപ്പം മരണ സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. മറ്റ് പൊതുവായ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് അവർ സമർപ്പിക്കുന്ന ചികിത്സാ ചെലവിൻ്റെ എസ്റ്റിമേറ്റ് അനുസരിച്ച് 5000 രൂപ മുതൽ 10,000-വും 20,000-വും രൂപ വരെയൊക്കെ തന്നെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് അനുവദിക്കാറുണ്ട്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ഗുണഭോക്താക്കൾ ചില പ്രധാനപ്പെട്ട രേഖകൾ അത് കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. ഒരു വെള്ളക്കടലാസിൽ വ്യക്തമായി തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം അപേക്ഷകൻ്റെ ആധാർ കാർഡ്, അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് എന്നിവയുടെയൊക്കെ തന്നെ പകർപ്പുകളും ധനസഹായം നേരിട്ട് വന്ന് എത്തുന്നതിനായിട്ട് നിലവിൽ സജീവമായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് വിവരങ്ങളുമൊക്കെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. അപേക്ഷയുടെ നിലവിലെ പുരോഗതി അറിയുന്നതിനായിട്ട് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ നമ്പറും അതോടൊപ്പം തന്നെ ഇമെയിൽ ID ഉണ്ടെങ്കിൽ അതും നൽകേണ്ടത് അത്യാവശ്യമാണ്. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗുണഭോക്താവിൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ID സന്ദേശമായിട്ട് എത്തുന്നതായിരിക്കും. ഈ ID ഉപയോഗിച്ചുകൊണ്ട് cmdrf.kerala.gov.in എന്ന ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ അപേക്ഷിച്ച അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലത്തെ സ്റ്റാറ്റസ് അവിടെ എത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വളരെ സുതാര്യമായി തന്നെ ട്രാക്ക് ചെയ്യുവാനും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുവാനും സാധിക്കും. സാധാരണയായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒരു തവണ ധനസഹായം കൈപ്പറ്റിയ വ്യക്തികൾക്ക് പിന്നീട് വീണ്ടും അതിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്.
എന്നാൽ ക്യാൻസർ രോഗികൾ, അതോടൊപ്പം തന്നെ വിട്ടുമാറാത്ത ഹൃദ്രോഗമുള്ളവർ തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഇതിലാകട്ടെ വലിയൊരു ഇളവ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഇത്തരക്കാർക്ക് 2 വർഷത്തെ നിശ്ചിത ഇടവേളയ്ക്ക്, അതായത് വെയിറ്റിംഗ് പീരീഡിന് ശേഷം തങ്ങളുടെ തുടർ ചികിത്സകൾക്കായിട്ട് വീണ്ടും ഈ വെബ്സൈറ്റ് വഴി തന്നെ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ധനസഹായം കൈപ്പറ്റാവുന്നതാണ്. രോഗങ്ങൾക്ക് പുറമെയായിട്ട് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ കാരണം വീടുകൾക്കോ മറ്റ് ജീവനോപാധികൾക്കോ നാശനഷ്ടമൊക്കെ തന്നെ സംഭവിക്കുന്നവർക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമൊക്കെ തന്നെ പ്രത്യേക പാക്കേജുകൾ വഴി ധനസഹായം ലഭിക്കുന്നതാണ്. റവന്യൂ വകുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടത്തിൽ തികച്ചും സുതാര്യവും ഡിജിറ്റലുമായിട്ടാണ് ഇതിൻ്റെ പണമിടപാടുകളൊക്കെ തന്നെ നടക്കുന്നതെന്നതിനാൽ തന്നെ അർഹതപ്പെട്ട അപേക്ഷകൾ അംഗീകരിക്കപ്പെടുന്ന മുറയ്ക്ക് തുക നേരിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൃത്യമായിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ് മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുവാനും മറക്കാതെ. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.